വീണ്ടും വിവാദത്തിലായിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ തൻ്റെ മാനേജറെ മർദ്ദിച്ച കേസിൽ CCTV ഫുട്ടേജ് പുറത്തായിരിക്കുന്നു. ഉണ്ണി മുകുന്ദൻ തൻ്റെ പ്രൊഫഷണൽ മാനേജറായിരുന്ന വിപിൻ കുമാറിനെ ഇൻസ്റ്റയിൽ ഒരു മൂവിയുടെ റിവ്യൂ ഇട്ടതിനെ തുടർന്ന് മർദ്ദിച്ചതായുള്ള പരാതിയിൽ പുതിയ വഴിത്തിരിവ്. ഉണ്ണി മുകുന്ദൻ്റെ കൂടെ പ്രവർത്തിച്ച കാലയളവിലെല്ലാം തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിപിൻ പരാതിയിൽ പറയുന്നത്. കൂടാതെ മാർക്കോക്ക് ശേഷം വലിയ ഹിറ്റ് ഒന്നും ലഭിക്കാതിരുന്ന ഉണ്ണി മാനസികമായി വലിയ നിരാശയിലായിരുന്നു എന്നും പരാതിയിലുണ്ട്. പലരുമായും അദ്ദേഹം അത്ര അടുപ്പത്തിൽ അല്ല എന്നും പറയുന്നു. അദ്ദേഹത്തിൻ്റെ പല പ്ലാനുകൾ മാറിപ്പോയതിലും വലിയ നിരാശ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂടി ആയപ്പോൾ തന്നെ അപായപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തൻ്റെ ഫ്ലാറ്റിൻ്റെ ആളിഴിഞ്ഞ പാർക്കിങ്ങിൽ വച്ച് കാണാമെന്ന് പറയുകയും ചെയ്തു. വേറൊരു നടൻ തനിക്ക് സമ്മാനിച്ച കൂളിംഗ് ഗ്ലാസ് ഉണ്ണി മുകുന്ദൻ നശിപ്പിക്കുകയും തന്നെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് കുതിറിയോടിയ തന്നെ പിന്തുടർന്ന് ഉണ്ണി മർദ്ദിക്കാൻ ശ്രമിക്കുകയും അപ്പോൾ അതുവഴി വന്ന ഫ്ലാറ്റ്മേറ്റ്സ് ഉണ്ണിയെ തടയുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിയിലുള്ളത്. ഇതെല്ലാം CCTVയിൽ ഉണ്ട് എന്നാണ് വിപിൻ കുമാർ പറയുന്നത്. അതെ, പാർക്കിങ്ങിലേക്ക്, ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക. അതെ, എനിക്കറിയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും തിരിച്ചുണ്ടാവും. ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു, എനിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത്. എന്നാൽ ഇപ്പോൾ അതിലൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ CCTV ക്യാമറയിൽ ഉണ്ണി മുകുന്ദൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒന്നും ഇല്ലെന്നും വിപിൻ്റെ പരാതി വ്യാജമാണെന്ന് തെളിയുകയുമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് മറ്റു പലരും ഉണ്ണിക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.